നമ്മൾ ഇൻഹരിയർ സിനിമയിൽ നിന്ന് കണ്ട അപ്പുക്കുട്ടനല്ല ജഗദീഷ് എന്നുള്ളതാണ് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ കഴിയുക. അപ്പുക്കുട്ടനല്ല ജഗദീഷ്. ജഗദീഷിന് നിലപാടുണ്ട്. ജഗദീഷ് നിലപാട് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഹരിയോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാക്കുക. ഹരി വ്യക്തിപരമായിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളാണ്. ജഗദീഷിന് ഒരു ഒറ്റ നിലപാടുണ്ട് ഇതിന് പിന്നിൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ തെറ്റുണ്ടോ ഹരി? ജഗദീഷ് ആയിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സിദ്ദിഖിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ മാധ്യമങ്ങളെ കണ്ട് തന്റെ നിലപാട് അറിയിക്കുകയും ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തി കൂടിയാണ് ജഗദീഷ്. അതിന്റെ തുടർച്ചയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായത്. മാത്രമല്ല, അന്ന് വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷം ഓൺലൈനായി യോഗം ചേരണമെന്ന് ഏറ്റവും കൂടുതൽ നിർബന്ധം പിടിച്ച വ്യക്തി കൂടിയാണ് ജഗദീഷ്. പക്ഷേ അന്ന് ആ 2 ദിവസത്തിന് ശേഷം ഓൺലൈൻ യോഗം ചേരാൻ കഴിഞ്ഞില്ല. അതിനും കാരണം ഇതേ മോഹൻലാൽ തന്നെയായിരുന്നു. ആരോഗ്യസ്ഥിതി മോശമാണ് എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാണ് ഓൺലൈൻ യോഗം മാറ്റിവെക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷെ ഒടുവിൽ ഇത്തരത്തിലുള്ള നിലപാടുകളുടെ പേരിൽ സമ്മർദ്ദത്തിലായ ഒരു ഭരണസമിതി ഒടുവിൽ ആ യോഗം വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ യോഗത്തിനൊടുവിൽ രാജിയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് മനസ്സിലായി. യോഗത്തിൽ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് ജഗദീഷ് നിന്നപ്പോൾ ഒപ്പം യുവതാരങ്ങൾ കൂടി അണിനിരന്നു എന്നുള്ളതാണ്. ഒരു മുതിർന്ന താരം, ആ മുതിർന്ന താരം നിലപാടെടുത്തുകൊണ്ട് നിന്നപ്പോൾ ബാക്കി മുതിർന്ന താരങ്ങൾ മാറി നിന്നു. മോഹൻലാലിനൊപ്പം മാറി നിൽക്കുകയും യുവതാരങ്ങൾ കയറി വരികയും ചെയ്തപ്പോൾ നമ്മൾ ഈ അടിച്ചു കയറി വാ എന്നൊക്കെ പറയില്ലേ എന്ന് പറയുന്നത് പോലെ അവരിങ്ങനെ നിന്നപ്പോൾ ആ വേറെ ഒരു വഴിയുമില്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മമ്മൂട്ടി പോലും നിർബന്ധിച്ചിട്ട് മോഹൻലാൽ രാജി തീരുമാനത്തിൽ നിന്ന് മാറാതിരുന്നത്. മാത്രമല്ല, അങ്ങനെ ഒരു രാജി വന്ന സ്ഥിതിക്കാണ് ഈ ഭരണസമിതി പൂർണ്ണമായും പിരിച്ചുവിടുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ ആ പ്രസിഡന്റ് രാജിവെക്കുക, അല്ലെങ്കിൽ താൽക്കാലിക പ്രസിഡന്റിനെ ഏൽപ്പിക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് കടക്കണമെന്നുള്ളൊരു ആലോചന നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് വേണ്ട, ഭരണസമിതി പൂർണ്ണമായും പിരിച്ചുവിട്ടാൽ മതി, അത് ധാർമ്മിക ഉത്തരവാദിത്തം പ്രസിഡന്റിന് മാത്രമല്ല എല്ലാവരും ഏറ്റെടുക്കുക, അങ്ങനെ രാജിവെക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിന് ശേഷം പോകാനുള്ള പ്രധാന കാരണവും ജഗദീഷിന്റെ ഈ നിലപാട് തന്നെയാണ്. മായൻകുട്ടിയും അതുപോലെ തന്നെ അപ്പുക്കുട്ടനും അല്ല ജഗദീഷ് എന്ന് മലയാള പൊതുസമൂഹത്തിന് മുന്നിൽ, കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കുന്ന കൃത്യമായ ക്രിസ്റ്റൽ ക്ലിയർ ആയുള്ള നിലപാട് ഈ വിഷയത്തിൽ ജഗദീഷ് സ്വീകരിച്ചു എന്നുള്ളതാണ്. രേഷ്മ, നമുക്ക് യോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ അറിയാൻ കഴിയുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് കൃത്യമായ നിലപാട് ജഗദീഷ് പറയുന്നു. അതിനൊപ്പം മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട ആൾക്കാർ, യുവ നടന്മാരോ നടിമാരോ ആരോ ആയിക്കോട്ടെ, അവർ അതിനൊപ്പം നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുതിർന്ന അംഗങ്ങൾ ഇതിനെ പിന്തുണച്ചില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയായി നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു. ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നു, നമ്മളെ ചിരിപ്പിച്ച അപ്പുക്കുട്ടനും മായൻകുട്ടിയും അല്ല ജഗദീഷ്. ജഗദീഷിന്റെ ഒരൊറ്റ നിലപാടാണ് ഈ കാര്യങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. രേഷ്മ.